Good morning, all. Today we are going to discuss the topic organization of physical facility. അപ്പോൾ നമ്മൾ ലേ ഔട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഫെസിലിറ്റീൻ്റെ ഓർഗനൈസേഷനാണ്. അതായത് ഫിസിക്കൽ ഫെസിലിറ്റി എന്ന് പറയുമ്പം ഫാക്ടറി ബിൽഡിംഗ്, ലൈറ്റിംഗ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, വെൻറ്റിലേഷൻ, വർക്ക് റിലേറ്റഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് ദാറ്റ് ഈസ് ടു ബി ഓർഗനൈസ്ഡ്. ഒരു ഫാക്ടറി ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഫാക്ടറി ബിൽഡിംഗ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ആ ബിൽഡിംഗ് ഉൾപ്പെടെ നമ്മൾ നോക്കേണ്ട ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫാക്ടറി ബിൽഡിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ടറി ബിൽഡിംഗ്, it is a factor which is the most important consideration for every industrial enterprise. It is required to provide protection for men, machines, materials. It should offer a comfortable working environment. ഫാക്ടറി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്. ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതിലുള്ള മെഷീൻസ്, മെറ്റീരിയൽസ്, അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഓഫർ എ കംഫർട്ടബിൾ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. നല്ലൊരു സൗകര്യപ്രദമായിട്ടുള്ളൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാക്ടറി ബിൽഡിങ്ങിന് ഫിസിക്കൽ ഫെസിലിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടെണ്ണമാണുള്ളത്: ഡിസൈൻ ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് ടൈപ്പ് ഓഫ് ദി ബിൽഡിംഗ്. ഫാക്ടറി ബിൽഡിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ: ഡിസൈൻ ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ്. ഡിസൈൻ ഓഫ് ദി ബിൽഡിംഗ്. The building should be designed to provide a number of facilities such as lunch rooms, cafeteria, locker rooms, crushes, libraries, first aid and ambulance rooms, material handling facilities, heating, ventilation, എയർ കണ്ടീഷൻ എക്സെട്ര. ഇതൊക്കെ നോക്കിയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്യാൻ. അതായത് കഫ്റ്റീരിയ ഉണ്ടായിരിക്കണം, ലഞ്ച് കഴിക്കാനുള്ള റൂം ഉണ്ടായിരിക്കണം, പിന്നെ ഫസ്റ്റ് എയ്ഡ്, എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയ ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം, ആംബുലൻസ് റൂംസ്, അതുപോലെ ക്രഷസ്. അതായത് ചില വലിയ കമ്പനീസൊക്കെ ആകുമ്പം അതിൽ എംപ്ലോയീസിൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാകും. അതിന് പറയുന്നതാണ് ക്രഷസ്. അതായത് കുട്ടികളെ രാവിലെ കൊണ്ട് അവിടെ ആക്കിയിട്ട് ഈവനിങ് വരുമ്പം കൂട്ടിയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഡേ കെയർ ഒക്കെ ഇല്ല, അപ്പോൾ ആ ഡേ കെയർ ഈ ഓർഗനൈസേഷനോട് ചേർന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ക്രഷസ് എന്നുള്ളത്. പിന്നെ അതുപോലെ വെൻറ്റിലേഷൻ, എയർ കണ്ടീഷൻ, ഇതൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പം ഡിസൈൻ ഓഫ് ദി ബിൽഡിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറെ കുറച്ച് ഇങ്ങനെ തന്നെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ഡിസൈൻ ഓഫ് ദി ബിൽഡിംഗ്. ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പം ഒരു പ്ലാന്റിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ഓപ്പറേഷൻസിലോ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ തന്നെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ വരുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ, അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അതുമായിട്ട് പെട്ടെന്ന് ഒത്തുപോകാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബിൽഡിങ്ങിൻ്റെ ഡിസൈന് ഫിക്സ് ചെയ്യാൻ. അതായത് ആ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റണം. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is necessary because it is not always feasible to build a new plant every time a new firm is organized or the layout is changed. With minor alterations, the building should be able to accommodate different types of operations. സെക്കൻഡ്, പ്രോഡക്റ്റ് ആൻഡ് ഇക്വിപ്മെൻറ്റ്. അതായത് നമ്മൾ ഫാക്ടറി ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ്, അവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇക്വിപ്മെൻറ്റ്സ്, മെഷീനറീസ്, ഇതൊക്കെ കൺസിഡർ ചെയ്യണം. കാരണം പ്രോഡക്റ്റിൻ്റെ നാച്ചറും മെഷീനറിയുടെ നാച്ചറൊക്കെ അനുസരിച്ച് അതിൻ്റെ സ്പേസിങ്, ഫ്ലോറിൻ്റെ കാര്യങ്ങൾ, ലോഡ് ബെയറിങ് കപ്പാസിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ പരിഗണിച്ചിട്ട് വേണം ഫാക്ടറി ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. The type of product that is to be produced determines column spacing, type of floor, ceiling, heating and air conditioning. അതായത് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ നാച്ചുറൊന്ന് പരിഗണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. തേർഡ് പോയിൻ്റ്, എക്സ്പാൻഷബിലിറ്റി.
അപ്പോൾ ഏതൊരു ബിസിനസ് ഫേം ആകുമ്പോഴും അതിനൊരു എക്സ്പാൻഷനുള്ള ഒരു സാധ്യത നാച്ചുറലാണ്. ഭാവിയിൽ അത് എക്സ്പാൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എക്സ്പാൻഷന് കൂടെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനും ഫാക്ടറി ബിൽഡിങ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാൻഡ് കൂടുതൽ അക്വയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമുക്ക് ഭാവിയിൽ ആവശ്യം വരുവാണെങ്കിൽ കൂടുതൽ ലാൻഡ് എടുക്കാനുള്ള സൗകര്യമുള്ള സ്ഥലമാണോ നോക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ദ ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ് മേ ബി റെക്റ്റാങ്കുലർ ഷേപ്പ്, പറ്റുന്നതും റെക്റ്റാങ്കുലർ ഷേപ്പിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ വശത്തുനിന്നും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ വേർട്ടിക്കൽ എക്സ്പാൻഷൻ, അതായത് മുകളിലേക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ മസ്റ്റ് ബി സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പാൻഷബിലിറ്റി റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഫർദർ ലാൻഡ് അക്വയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലമായിരിക്കണം. പിന്നെ റെക്റ്റാങ്കുലർ ആവുമ്പം നമുക്ക് എല്ലാ ഭാഗത്തേക്കും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേർട്ടിക്കൽ എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പം എക്സ്പാൻഷബിലിറ്റി, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ആർ നാച്ചുറൽ ടു എനി മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. സോ ദീസ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. Fourth point, employee facilities. The employee facility should be given enough consideration because it may affect the morale, satisfaction and attitude of the employees. അപ്പം ഫാക്ടറി ഡിസൈൻ ചെയ്യുമ്പം, ബിൽഡിങ് ഡിസൈൻ ചെയ്യുമ്പം എംപ്ലോയീസിനുള്ള ഫെസിലിറ്റീസും കൂടെ നന്നായിട്ട് കൺസിഡർ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് കമ്പനിയോടൊരു മൊറൈൽ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അവർക്ക് ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ റീക്രിയേഷനും, അതായത് റെസ്റ്റ് റൂം, അതൊക്കെ നോക്കിയിട്ട് വേണം ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫാക്ടറി ബിൽഡിങ്ങിൽ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഡിസൈൻ ഓഫ് ദി ബിൽഡിങ്ങും ടൈപ്പ് ഓഫ് ദി ബിൽഡിങ്ങും. അതിൽ ഡിസൈൻ ഓഫ് ദി ബിൽഡിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ദി ബിൽഡിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. സെക്കൻഡ് വൺ, മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്. തേർഡ് വൺ, എക്സ്പാൻഷബിലിറ്റി. ആൻഡ് ഫോർത്ത് വൺ, എംപ്ലോയി ഫെസിലിറ്റീസ്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് നോക്കാം. Types of building. Industrial buildings may be grouped under 2 types, single story building and multi-story building. അതായത് സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലോർ മാത്രമുള്ള ബിൽഡിങ്, മൾട്ടി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫ്ലോറുകളുടെ ഉള്ള ബിൽഡിങ്. അതൊരു മെയിൻ ബിൽഡിങ്ങിന് ആവണമെന്നില്ല, ചിലപ്പം ഒരു ഫ്ലോറിൽ തന്നെ, അതായത് നമ്മൾ നോർമലി ഉള്ള ഒരു ഫ്ലോറിൽ തന്നെ 2 ലെയേഴ്സൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് ഏറ്റവും ടോപ്പ് റൂഫിൻ്റെ ഇടയിൽ ഒരു ലെയർ കൊടുത്തിട്ടൊക്കെ സെറ്റ് ചെയ്യും. അതിനെയും നമ്മൾ മൾട്ടി സ്റ്റോറി എന്ന് പറയും. അപ്പോൾ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കിയാൽ മതി. സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലോർ ഉള്ളതും, മൾട്ടി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫ്ലോറുകളുള്ളതും. അപ്പോൾ ഇതിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഫ്ലോർ വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ്റെ നാച്ചർ പരിഗണിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഏത് സിംഗിൾ സ്റ്റോറി വേണോ മൾട്ടി സ്റ്റോറി വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. Single story building. If land is available, an organization can construct single story building. It offers several operating advantages. A single story construction is preferable when material handling is difficult because the product is big or heavy. Natural lighting is desired and frequent changes in layout are anticipated. അപ്പം നമുക്ക് ലാൻഡ് അവൈലബിൾ ആണെങ്കിൽ സിംഗിൾ സ്റ്റോറി ബിൽഡിങ് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് പ്രിഫർ ചെയ്യപ്പെടുകയെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഡിഫിക്കൽട്ട് ആകുമ്പോൾ, അതായത് ഒരുപാട് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ പിന്നെ വലുതായിട്ടുള്ള വലിയ കാര്യങ്ങളാണ് ഡീൽ ചെയ്യാനുള്ളതെങ്കിലൊക്കെ സിംഗിൾ സ്റ്റോറി, അതായത് ഇങ്ങനെ മുകളിലേക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ നാച്ചുറൽ ലൈറ്റിങ് ആവശ്യമാണെങ്കിൽ, പിന്നെ നമ്മൾ ലേ ഔട്ടിൽ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഒറ്റ ഫ്ലോറിൽ ആയിരിക്കുമ്പം എക്സ്പാൻഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ സ്റ്റോറി പ്രിഫർ ചെയ്യാവുന്നതാണ്. Advantages of single story building. First one, there is a greater flexibility in layout. ലേഔട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സെക്കൻഡ്, എക്സ്പാൻഷൻ ഈസ് ഈസിലി എൻഷുർഡ് ബൈ ദി റിമൂവൽ ഓഫ് വാൾസ്. നമുക്ക് ലാൻഡ് അവൈലബിൾ ആണെങ്കിൽ വാൾസ് റിമൂവ് ചെയ്യുന്നതിലൂടെ തന്നെ എക്സ്പാൻഷൻ ഈസിയാണ്. തേർഡ്, ലോ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ്. അതായത് നമ്മളിങ്ങനെ
പിന്നെ മുകളിലേക്കൊന്നും കൊണ്ടുപോകണ്ടല്ലോ. റോ മെറ്റീരിയൽസ് ഒക്കെ വന്നാൽ നമുക്കത് ഡയറക്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെ തന്നെ ലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു കോസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റും. ഫിഫ്ത്ത്, സിൻസ് ഓൾ ദ എക്യുപ്മെൻറ്റ്സ് ആർ ഓൺ ദ സെയിം ലെവൽ, ഇഫക്റ്റീവ് ലേഔട്ട് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ. എന്താ പറയുക, എല്ലാ സ്ഥലത്തും കണ്ണെത്തുക എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരൊറ്റ നിലയിലായതുകൊണ്ട് ലേഔട്ടൊക്കെ നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. സിക്സ്ത് പോയിൻറ്റ്, the danger of the fire hazard is reduced because of the lateral spread of the building. അതായത് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയല്ലോ, സ്പ്രെഡായിട്ട് ഫ്ലോറിൽ തന്നെ സ്പ്രെഡായിട്ട് കിടക്കുന്നതുകൊണ്ടിട്ട് ഫയറൊക്കെ വരാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ ഫയർ വന്നാൽ അത് കൂടുതൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു 3 നിലയുള്ള ബിൽഡിങ്ങിന് ഫയർ വരുന്ന അത്ര നാശനഷ്ടം ഒറ്റ ഫ്ലോറിൽ അത് സ്പ്രെഡായി കിടക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ്. ഫസ്റ്റ്, മോർ ലാൻഡ് ഈസ് റിക്വയർഡ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് ലാൻഡ്. അപ്പം ഇങ്ങനെ സിംഗിൾ സ്റ്റോറി മാത്രം ഉദ്ദേശിക്കുമ്പം ലാൻഡ് കൂടുതൽ വേണ്ടി വരും. സെക്കൻഡ്, ഹൈ കോസ്റ്റ് ഓഫ് ഹീറ്റിംഗ്, വെൻറ്റിലേറ്റിംഗ് ആൻഡ് ക്ലീനിങ് ഓഫ് വിൻഡോസ്. പിന്നെ എല്ലാം ഒരേ ഫ്ലോറിലാകുമ്പം അതിൻ്റെ ഹീറ്റിങ്, വെൻറ്റിലേഷന്, ക്ലീനിങ് ഓഫ് വിൻഡോസ്, പൊടിയൊക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ക്ലീനിങ് ഓഫ് വിൻഡോസ് ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. തേർഡ്, ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ മൂവിങ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ടു ദി ഫാക്ടറി. മെന്നും മെറ്റീരിയലൊക്കെ ഫാക്ടറിയിലേക്ക് അവരെത്തിക്കുന്നതിന് നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് വരും എന്നാണ് പറയുന്നത്. Second, multi-story building. Multi-story buildings are useful in manufacture of light products when the acquisition of land become difficult and expensive. ലാൻഡ് അക്വയർ ചെയ്യാൻ നല്ല കോസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴും, അതേപോലെ ലൈറ്റ് പ്രോഡക്ട്സ്, അങ്ങനെ ഹെവി ആയിട്ടുള്ളതല്ല, ലൈറ്റ് വെയിറ്റ് വരുന്ന പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് യൂസ് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജസ്: first one, maximum operating floor space. This is best suited in areas where land is very costly. ലാൻഡ് വളരെ കോസ്റ്റ്ലി ആയിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും സ്യൂട്ടബിൾ ഇതാണ്. കാരണം മുകളിലേക്ക് എടുക്കുന്നതിന് നമുക്ക് ലാൻഡിൻ്റെ കോസ്റ്റ് വരുന്നില്ല. സെക്കൻഡ്, ലോവർ കോസ്റ്റ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് വെൻറ്റിലേഷൻ. ഹീറ്റിംഗ് വെൻറ്റിലേഷനുള്ള കോസ്റ്റ് കുറയും. പിന്നെ തേർഡ്, അതെങ്ങനെ കുറയുന്നത് വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റോറി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, സൺലൈറ്റൊക്കെ എല്ലാ സ്ഥലത്തും ഈവനായിട്ട് വരുന്നത് കൊണ്ടിട്ട് ഹീറ്റൊക്കെ കൂടും. അതേസമയം മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2 നില വീടാണെങ്കിൽ താഴത്തെ നിലയിൽ എപ്പോഴും ചൂട് കുറവായിരിക്കും. ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. തേർഡ്, റിഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ബിക്കോസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി യൂസ് ഓഫ് ഗ്രാവിറ്റി ഫോർ ദി ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. അതായത് നമ്മളിപ്പം ഒരു ഒറ്റ നില വലിയ വീടാണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു കിച്ചണിലേക്കൊക്കെ, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് ബെഡ്റൂമിലേക്കൊക്കെ കുറേ ദൂരം നടക്കേണ്ടി വരുമായിരിക്കും. അതേസമയം ചെറിയൊരു അതായത് താഴത്തെ മേലെയാണ് ബാക്കി കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ നിന്നൊരു സിറ്റ് ഔട്ടിൽ നിന്ന് മേലേക്ക് എത്താൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റെയർ കയറേണ്ട കാര്യമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യമാണ് ഇവിടെ ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നേരെ മുകളിലേക്കാവുമ്പം ചിലപ്പോൾ നമ്മൾ താഴെ ഒരുപാട് ചുറ്റി പോകുന്നതിനേക്കാളും വളരെ എളുപ്പമായിരിക്കില്ലേ, അതാണ്. അത് നേരത്തെ നമ്മൾ മറ്റേതിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്തുനിന്ന് വേറൊരു എൻഡിലേക്ക് ഫ്ലോറിൽ തന്നെ ആയിരിക്കും, സിംഗിൾ ഫ്ലോറിലാണെങ്കിലും എത്താനും മൂവ് ചെയ്യാനും സമയവും സ്ട്രെയിനും ചിലപ്പം കൂടുതൽ വേണ്ടി വരും. അപ്പം മൾട്ടി സ്റ്റോറി ആകുമ്പം ഒരു സ്ഥലത്ത് അതിന് നേരെ മുകളിലാണ് അതിൻ്റെ അടുത്തത് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും. ആ രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. limitations of multi-story building. First one, material handling becomes very complicated. A lot of time is wasted moving them between floors. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പോകുമല്ല, മുകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, ചിലപ്പം പിന്നെ ആ മുകളിൽ നിന്ന് വീണ്ടും താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ സമയം പോകാനുള്ള ചാൻസസ് ഉണ്ട്. Second, a lot of floor space is wasted on elevators, stairways and fire escapes. ഇങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പം എലവേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റെയർ കേസസ്, പിന്നെ ഫയർ എസ്കേപ്പ്, അങ്ങനെ കുറേ സ്പേസ് നമുക്ക് നഷ്ടമാവുന്നുണ്ട്.
തേർഡ്, ഫ്ലോർ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് ലിമിറ്റഡ്. മുകളിലേക്ക് എടുക്കുമ്പം ഫ്ലോറിൽ എന്താ പറയുക, ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, അതായത് നമുക്കിപ്പോൾ രണ്ടാമത്തെ നിലയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഗ്രൗണ്ടിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്യുന്ന അത്രയും ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഒരിക്കലും രണ്ടാമത്തെ നിലയുടെ ഫ്ലോറിന് കിട്ടില്ല. തേർഡ്, നാച്ചുറൽ ലൈറ്റിംഗ് ഈസ് പുവർ ഇൻ ദി സെൻറ്റേഴ്സ് ഓഫ് ദി ഷോപ്പ്. അതായത് നാച്ചുറൽ ലൈറ്റിംഗ്, മുകളിലേക്കൊക്കെ പോകുമ്പോൾ നാച്ചുറൽ ലൈറ്റിംഗ് കുറയും. ലേ ഔട്ട് ചേഞ്ചസ് കനോട്ട് ബി ഇഫക്റ്റഡ് ഈസിലി ആൻഡ് ക്വിക്ക്ലി. ലേ ഔട്ടിലുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്. അപ്പം നമ്മളൊരു വീടിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചാൽ മതി. ഒറ്റ നില വീടും രണ്ട് നില വീടൊക്കെ വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി വരുന്ന ഡിഫിക്കൽട്ടീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇത് ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഏതൊക്കെ ഇൻഡസ്ട്രീസിനാണ് സ്യൂട്ടബിൾ ആവുക എന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് മില്ല്, ഫുഡ് ഇൻഡസ്ട്രീസ്, ഡിറ്റർജൻറ്റ് പ്ലാന്റ്സ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ്, ഇതിനൊക്കെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് ലിമിറ്റേഷൻസ്. അപ്പം നമ്മളിന്ന് ഫിസിക്കൽ ഫെസിലിറ്റിയിൽ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഫാക്ടറി ബിൽഡിംഗ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫാക്ടറി ബിൽഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്: ഡിസൈൻ ഓഫ് ദി ബിൽഡിങ്ങും ടൈപ്പ് ഓഫ് ദി ബിൽഡിങ്ങും. അതിൽ ഡിസൈനിൽ ഒരു 4 പോയിൻറ്റ്സും പറഞ്ഞു. ടൈപ്പ് ഓഫ് ദി ബിൽഡിങ്ങിൽ 2 ടൈപ്പ്, അതായത് സിംഗിൾ സ്റ്റോറി, മൾട്ടി സ്റ്റോറി, അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫിസിക്കൽ ഫെസിലിറ്റിയിൽ വരുന്ന അടുത്ത പോയിൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.